ഇതാണ് ഹംഗു ലേക്ക്. പുറത്ത് കയറി യാത്ര ചെയ്യും. 5 मिनट पहले अच्छा था. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഇവിടുത്തെ ലേക്കുകൾ കാണാനാണ്. ഒരുപാട് തടാകങ്ങൾ ഉള്ള സംസ്ഥാനമാണ് സിക്കിം. നമ്മൾ പോകുന്നത് 2 തടാകങ്ങൾ കാണാനാണ്, ഹംഗുവും ചംഗുവും. പേര് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് തടാകം കാണാൻ നല്ല രസമാണ്. വരും, നമുക്ക് പോകാം. വരൂ കൂട്ടുകാരെ, നമുക്ക് പോകാം. ഇതാണ് ഹംഗു ലേക്ക്. ഹംഗു ലേക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, സിക്കിമിലെ ഹംഗു ലേക്ക്. ഇത് ഹംഗു ലേക്കാണ്. ഇവിടെ ബോട്ടിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ അധികം ആരും കാണുന്നില്ല. ഞങ്ങളിങ്ങനെ തടാകം കാണാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഐസ് തണുത്ത് വിറച്ചുകൊണ്ട് ഐസായിട്ടുണ്ട് തടാകം കുറച്ച് ഭാഗം ഐസായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ മുകളിൽ പാട പോലെ കെട്ടിയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നില്ല ഇത് തടാകം ഐസാണോ ഇല്ലേന്ന്. അപ്പം നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞു നോക്കുകയാണ്. അപ്പം ഉറപ്പിച്ചു ഇത് തടാകം ഐസായതാണ് എന്ന്. ഒന്നറിഞ്ഞ അങ്ങനല്ല, വലിയ വട്ടറിയുണ്ട്. വെള്ളത്തിൽ ഐസ് കഴിക്കണ ഐസ്. ഇങ്ങനെ ചെറിയ അരുവി പോലെ ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടാണ് തടാകത്തേക്ക് എത്തുന്നത്. മലമുകളിൽ നിന്നും ചെറിയ അരുവി പോലെ ഒഴുകിയിട്ടാണ് തടാകത്തേക്ക് എത്തുന്നത്. ഇവിടുന്ന് എന്തായാലും ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ജംബുലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത് നമ്മൾ പോകുന്നത് ചംഗു ലേക്കിലേക്കാണ്. സോഗ്മോ തടാകം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്നും 37 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. 12,000 അടി ഉയരത്തിലാണ് ഈ തടാകം നിൽക്കുന്നത്. ഈ തടാകത്തിന് വളരെ പ്രത്യേകതയുള്ള ഒരു തടാകമാണ്. ഇവിടുത്തെ പ്രത്യേക ആകർഷണം ഈ യാക്കുകൾ തന്നെയാണ്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലുള്ള പശുക്കൾക്ക് കുറേ രോമം കിളിർത്താൻ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കണ്, കുറേ പശുക്കളുടെ പോലെ. പക്ഷെ ഇവറ്റങ്ങൾ പച്ച പാവാണ്, വായിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല. അതുകൊണ്ടല്ലേ ഇതിന്റെ മുകളിൽ ആൾക്കാർ കയറിയിരുന്ന് ഇങ്ങനെ സവാരി ചെയ്യുന്നത്. നമ്മളെ പശുക്കളെ പോത്തുകളെ ഒന്ന് മുകളിൽ കയറി നോക്കൂ, അപ്പം അറിയാം. നമ്മളെ പശുക്കളോ പോത്തുകളോ ഇതിനൊക്കെ സമ്മതിക്കോ? ഒന്ന് നോക്കി കാണി. അവര് വരുന്നുണ്ടോ? ഇതെങ്ങനെ യാത്ര, ഇങ്ങനെയാണ് എന്റെ പുറത്ത് കയറി യാത്ര ചെയ്യും.
യാക്കിന്റെ ഒപ്പം സഫാരി. വലിയ യാക്ക്. ഹായ്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താ മഞ്ഞ് വരുന്നു, കോടത്ത് ഇറങ്ങുന്നു. നല്ല ക്ലിയർ ആയിരുന്നു. ഇത് ഈ യാക്കാണ്, ജംഗു ലേക്കാണ് സിക്കിമിലെ. ഈ യാക്കുകളാണ് ഇവിടുന്ന് സവാരി നടത്താൻ. യാക്ക് അതിന്റെ കൊമ്പിലൊക്കെ കെട്ടി അലങ്കരിച്ചിരുന്നു കണ്ടോ. പെട്ടെന്ന് കോട വരണം, മഞ്ഞ്. ഹലോ, എന്താ മിണ്ടാത്ത്? ഹലോ, കണ്ടത് അനങ്ങാതെ നിക്കണ്. ഇതൊരു മൃഗാണ്. ഹലോ, ഇത് കുത്തോ? ആണ് ഇവര് പറഞ്ഞത് പെട്ടെന്ന് ക്ലൈമറ്റ് ഇവിടെ ചേഞ്ച് ആവും. ഇപ്പൊ മഞ്ഞ് മൂടി ഒന്നും കാണുന്നില്ല, പുറത്തുനിന്ന് അങ്ങോട്ട് ഒന്നും കാണാനില്ല. നമ്മൾ ഇതുവരെ നീല ആകാശമായിരുന്നു, ഒന്നും കാണാനില്ല. ഇപ്പൊ ആകെ ക്ലൗഡായി. നമ്മളെ ധൃതി കൂട്ടായിരുന്നു, ഓരോ സ്ഥലങ്ങളും കാണിക്കാൻ. ഇനി ക്ലൗഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവിടെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞു. ഹലോ ഹലോ, ഇങ്ങോട്ട് നോക്കൂ. ഈ ചങ്കു ലേക്കിന്റെ പല കാലാവസ്ഥയിലുള്ള വെള്ളത്തിന്റെ കളർ മാറ്റം ഇവിടുത്തെ ജനങ്ങൾ വളരെ ആചാരപരമായിട്ടാണ് ഇത് നോക്കിക്കാണുന്നത്. അത് നോക്കിയിട്ടാണ് ഇവിടുത്തെ ബുദ്ധ സന്യാസിമാര് സിക്കിമിന്റെ ഭാവി പ്രവചിക്കുന്നത്. ഇതിന്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാം. കുറെ പേര് നിന്നിട്ട് ഫോട്ടോ എടുക്കും. ഇവരെല്ലാം നമ്മളവിടെ കണ്ട്. अब किधर से? कानपुर. कानपुर. उधर से मिला ना बाबा मंदिर? हम केरला से. നമ്മളെ ഗ്യാങ് അവിടെ നിന്ന് ഫോട്ടോ സെൽഫി എടുക്കണം. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ഞ് സമയത്ത് ഇവിടെ തടാകം ഫ്രീസ് ആവും, അപ്പൊ അതിന്റെ പുറത്തു കൂടെ നടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ ഇടാൻ പാടില്ല എന്നുള്ളത്, ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലേക്ക് ഉണ്ടായ കഥയാണ് ഇവിടെ ഇനി എഴുതി വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കുറെ യാക്കുകളെ മേച്ച് ജീവിക്കുന്ന കുറച്ച് ഗ്രാമവാസികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കഥയിലെ നായിക ആ ഗ്രാമത്തിലെ മുത്തശ്ശിയാണ്. അവരൊരിക്കൽ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടുത്രേ, ഇവിടെ ശക്തമായ മഴ പെയ്യുന്നതും ഈ ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാവുന്നതും ഒക്കെ അവർ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം ഈ ഗ്രാമവാസികൾ മുഴുവൻ അവർ ഇത് അറിയിച്ചു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. എന്നാൽ അവര് സ്വന്തം യാക്കുകളെയും വീടും സാധനങ്ങളെല്ലാം എടുത്ത് അവർ അടുത്ത ഗ്രാമത്തിലേക്ക് മാറി. ഇന്ന് അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും വെള്ളത്തിനടിയിലായി. ആ മുത്തശ്ശി മാത്രം രക്ഷപ്പെട്ടു എന്നാണ് ഈ കഥയിലെ സാരം. അനങ്ങാതെ നിൽക്കാണ്. ഇതിന്റെ ഒരു ഇതങ്ങനെ ഇങ്ങനെ കൊറേ സമയം അനങ്ങാതെ എന്താ ഒരേ നിപ്പാണ്. അതിന്റെ മുകളിൽ കയറിക്കുന്നുണ്ടോ? ഫോട്ടോഷൂട്ടാണ്. ക്ലിയർ ആണില്ല. ഈ ഒരു കല്ലുമ്മലാണ് ഇതിന് കെട്ടിട്ടിരിക്കണേ. ഇതൊന്നും ഉണ്ടാണ്ടിരിക്കണം. നല്ല ഇന്ത്യയുടെ ഫ്ലാഗിന്റെ കളറാണ്. അപ്പൊ കാഞ്ചൻജംഗയുടെ വിഷ്വൽസ് കിട്ടുക നമുക്ക് ഭാഗ്യമുണ്ടായി. അപ്പൊ വെയിലുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഭയങ്കര ഇത്. അപ്പുറമുള്ള എന്താന്ന് നമുക്ക് അറിയുന്നില്ല. ആകാശം ആകെ കറുത്തിരിക്ക. മല കയറിയിരിക്കണം അതിനേറ്റ്. ഇവിടെ ഒരു മന്ദിരുണ്ട്. മന്ദിരം ഈ ഇവിടെ തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രവും കാണാം നമുക്ക്. പ്രത്യേക ഒരു ഭംഗി. ഇതിന്റെ മുടി മുഴുവൻ വെള്ള കളറ്. വെൽക്കം. വലിയ യാക്കാണ്, സൈസ് ഉണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് ഇതിന് സൈസ് ഉണ്ട്. അതൊക്കെ ചെറുതാ. ഇതൊന്ന് ഇവര് യാക്കിന്റെ ആൾക്കാരാണ്. ഹിമാലയത്തിൽ മാത്രം കണ്ടുന്നൊരു അറച്ചരി ഓമാണ്.
അത് ചൊറിയുന്നുണ്ട്. ഹായ് 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 ഹായ്. എന്നെ കുത്തൊന്നും ചെയ്യരുതിട്ടോ. मौसम का क्या बताना है, मौसम का तो कुछ पता अभी ही नहीं क्लियर था पहले, अभी क्या हो गया? इधर ऐसा है। इधर ऐसे ही मौसम है, हाँ। कभी खुल जाता है। 5 मिनट पहले अच्छा था, हाँ, अभी कुछ भी क्लियर दिखता भी नहीं है। नहीं थी। हाँ। അപ്പൊ അടുത്ത പരിപാടി ഞങ്ങളുടെ എന്താ? എല്ലാവർക്കും ഇഷ്ടമില്ലേ? അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ. ഫുഡ് എന്താന്നുള്ള സർപ്രൈസ് ആണ്, കാണിച്ചു തരാം. ഇതുവരെ ക്ലിയർ ടൈം. അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാണ്. ഇന്നത്തെ ലഞ്ച് എന്താ നോക്കാം. അപ്പൊ ഞങ്ങൾ ലഞ്ച് ഇതെന്താണ് ഗൈസ്? മാഗി. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇവരെന്താ കഴിക്കണം നോക്കാം. എന്താ കഴിക്കണേ? कबीर भाई मोहम्मद सेंस മോമോസ് മോമോസ് അഞ്ച് നൂഡിൽസ്. ഇവനും മോമോസ് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സിക്കിമിനോട് യാത്ര പറയാനുള്ള സമയമായി. ഞങ്ങൾ ഇനി പോകുന്നത് ഡാർജിലിങ്ങിലേക്കാണ്. അപ്പോൾ ഇനി ഡാർജിലിങ്ങിലെ വിശേഷങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടിയിലാണെങ്കിൽ കൊക്ക, രണ്ട് സൈഡിലും വീടുകൾ. നല്ല രസമാണ് ഗൈസ്. ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത പോലെ. ഇപ്പം 4:30 ആയിട്ടുള്ളൂ സമയം. കണ്ടോ സൺസെറ്റ്, സൂര്യാസ്തമയം.